കെ സി വേണുഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വേണുഗോപാൽ, ഈ പെൺകുട്ടി എങ്ങനെയാ വനപ്രദേശത്ത് അതിജീവിച്ചു, അല്ലെങ്കിൽ കാണാതാകുന്നതിനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു എന്നതിൽ എന്തെങ്കിലും വിശദീകരണം അല്ലെങ്കിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല, അത്തരം വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാനിപ്പോ എന്നെ ഈശ്വർ ഖണ്ഡ്രെ എന്ന് പറഞ്ഞ അവിടുത്തെ വനം വകുപ്പ് മന്ത്രി വിളിച്ചിരുന്നു. അദ്ദേഹമാണ് ഒഫീഷ്യലായിട്ട് അറിയിച്ചത്. ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ശരണ്യെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ സുരക്ഷിതമായിട്ട് ഇനി തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിന് സജ്ജീകരണങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. ഇത് മറ്റ് വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. എന്തായാലും ഇതൊരു വലിയ ആശ്വാസകരമായിട്ടുള്ള തീരുമാനമായിട്ട് നമുക്ക് കാണാം. നടപടി കർണാടക സർക്കാർ എടുത്തതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ ഇക്കാര്യത്തിൽ എടുത്ത ജാഗ്രത അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അർജുനന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ ആശങ്ക ഉണ്ടായിരുന്ന അവരെടുത്ത ഒരു എഫേർട്ടിലാണ് നമുക്ക് ഇപ്പം ജീവനോടെ തന്നെ ശരണ്യെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള. ശ്രീ കെ സി വേണുഗോപാൽ, അതുപോലെ തന്നെ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഇടപെടൽ ഉണ്ടായി ശരണ്യെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട്? അല്ല, കേരളത്തിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും രാവിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുമായിട്ട് സംസാരിച്ചിരുന്നു. ഈശ്വർ ഖണ്ഡ്രെ, ഫോറസ്റ്റ് മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി പരമേശ്വരൻ, ഇവരെ 3 പേര് വിളിച്ചിരുന്നു. അവരുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഇവരോടെല്ലാം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സംസാരിച്ചതനുസരിച്ച് മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും ആവശ്യത്തിന് അധികം ആളുകളെ ഉപയോഗിക്കാനും ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. എന്തായാലും അതിന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർ ആദ്യം തന്നെ എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു കണ്ടെത്തിയത്. ശരി, കെ സി വേണുഗോപാൽ എം പിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നന്ദി ശ്രീ കെ സി വേണുഗോപാൽ. എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണോ? അതിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരുന്നത്. 4 ദിവസം വനമേഖലയിൽ തങ്ങേണ്ടി വന്നെങ്കിൽ പോലും അതിനുള്ള കൃത്യമായ ഒരു പരിശീലനം അവർ നാളുകളായി ചെയ്തിരിക്കുന്ന ട്രക്കിങ്ങിൽ നിന്നും മറ്റുമായി അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രാപ്പകൽ ഇല്ലാതെ കാട്ടിൽ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം. നമുക്ക് ഇനിയും അവർ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഇവർ ഒറ്റപ്പെട്ടു പോയത്, കാട്ടിൽ കൂടി യാത്ര ചെയ്തപ്പോൾ മറ്റു കൂട്ടത്തിലുള്ളവരുമായി ഒറ്റതിരിഞ്ഞ് പോയതാണോ, അല്ലെങ്കിൽ വ്യത്യസ്തമായ റൂട്ടിലൂടെ അവർ അറിയാതെ സഞ്ചരിച്ചു പോയതാണോ, അതിനുശേഷം എത്തിപ്പെട്ടത് എവിടെയാണ്, മാർഗം തെറ്റി വഴിയിൽ കാട്ടിൽ കൂടെ അലയുകയായിരുന്നു, എങ്ങനെയാണ് അവർ പിന്നീട് അതിജീവിക്കാൻ കഴിഞ്ഞത്? വലിയ കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഒപ്പം